നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലോകമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷനിലാണ്. അപ്പോൾ ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന ലോകം മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള മനസ്സിൻ്റെ പ്രവർത്തന മണ്ഡലം, അതും ലോകം തന്നെയാണ്. അവിടെയും യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നു. എവിടെ നിന്നാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എടുക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ ഹയർ ആൻഡ് ഹയർ ആൻഡ് ഹയർ പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതുപോലെ ലോവർ ആൻഡ് ലോവർ ആൻഡ് ലോവർ പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, അത് നമ്മളിവിടെ മാനിഫെസ്റ്റ് ചെയ്യും. ഒരു കഥ പറയാം. ഒരു രാജ്യത്തിൽ ഒരു തയ്യൽക്കാരുണ്ടായിരുന്നു. തയ്യൽക്കാരന് ഒരു ചെറിയ കടയുണ്ട്. അദ്ദേഹം ആ കടയിൽ തൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെളിച്ചമില്ല, വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അവിടേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്, വഴിയില്ല. അപ്പോൾ ആൾക്കാരൊക്കെ വരും പരിചയം കൊണ്ട്, പക്ഷെ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ തയ്യൽക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പലരോടും പറഞ്ഞു ഒന്ന് ശരിയാക്കണം. പല വിഭാഗങ്ങളിലും ഇപ്പോൾ ഉള്ള പോലെ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അങ്ങനെയുള്ള വിഭാഗങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല. ഒരു ദിവസം രാജാവ് ആ വഴിക്ക് കടന്നുപോയി. തൻ്റെ ഹണ്ടിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ തോന്നി. അപ്പോൾ ഇത് നല്ലൊരു സ്ഥലമാണല്ലോ, എവിടെ വിശ്രമിക്കാം എന്ന് തീരുമാനിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ നായാട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെയാണ് എൻ്റെ വിശ്രാമ കേന്ദ്രം, ഇത് വളരെ കൺവീനിയൻ്റ് ആണ് എന്ന് പറഞ്ഞ് രാജാവ് പോയി. പിന്നെ അത്ഭുതം ഉണ്ടായത്, പെട്ടെന്ന് വഴി ശരിയായി, ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടി, വെള്ളം ശരിയായി, ബിൽഡിംഗ് മോടി പിടിപ്പിച്ചു. ഇയാൾക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഇയാളുടെ കട ഭംഗിയായിട്ട് നടക്കാൻ തുടങ്ങി. ആൾക്കാർ വരാൻ തുടങ്ങി. കാരണം രാജാവിനെ കാണാൻ വരില്ല. അപ്പോൾ എല്ലാവരും കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ പൊരുളത്താണ് തീരുമാനങ്ങൾ ഹയർ ലെവലിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് താഴെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ സില്ലിയായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ തന്നെ കൺവെയൻസ്
റോഡ് സൗകര്യങ്ങൾ, റെയിൽവേ സൗകര്യങ്ങൾ എല്ലാം വന്നപ്പോൾ എത്ര ഡെവലപ്പ് ചെയ്തു. നമ്മൾ നമ്മുടെ ലെവലിൽ ചെയ്താൽ അത് മാറില്ല. ഹയർ ലെവലിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് ചേഞ്ചസ് വരുന്നത്. കുഞ്ഞനന്ദൻ്റെ കട എന്നുള്ളൊരു മമ്മൂട്ടി പടമുണ്ട്. ഇതിൽ ഈ ഒരു തീമാണ് പരാമർശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലും ഈ തരത്തിൽ ഹയർ വ്യക്തിത്വങ്ങളുണ്ട്. നമ്മൾ എവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ എടുക്കുന്നത്? അപ്പോൾ നമ്മൾ ശാരീരികമായ പീഡകൾ അനുഭവിക്കുന്നു, അസുഖങ്ങൾ അനുഭവിക്കുന്നു. നമ്മൾ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്നു. ഇപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ തലവേദനയ്ക്ക് മരുന്ന് കഴിക്കും, പനി ഉണ്ടെങ്കിൽ പനിക്ക് മരുന്ന് കഴിക്കും, ഡയബറ്റീസിന് മരുന്ന് കഴിക്കും, ഹൈപ്പർ ടെൻഷന് BP മരുന്ന് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ശരിക്കുള്ള ഒറിജിൻ എവിടെയാണ് എന്നുള്ളത് തിരിച്ചറിയാതെ പുറമേയുള്ള മാനിഫെസ്റ്റേഷൻസിനെ മാത്രം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടല്ല പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ട്രീറ്റ്മെൻറ്റ് നടക്കും, വേറെ സ്ഥലത്ത് ഫെയിലിയർ ആവും. ഡയബറ്റീസിന് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ വേറെ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും, BPക്ക് ടാബ്ലറ്റ് കഴിക്കുമ്പോൾ വേറെ ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. എല്ലാത്തിനും പാർശ്വഫലങ്ങളുണ്ട്. ടോട്ടൽ ട്രീറ്റ്മെൻറ്റ് സാധിക്കുന്നില്ല. നേരെ കുറച്ചൊരു ഹയർ ലെവലിൽ നിന്നും നമുക്ക് കണക്ഷൻ ലഭിക്കുകയാണ്. ഈ ഹീലിംഗ് പ്രോസസ്സിന് വലിയൊരു മാറ്റം സംഭവിക്കും. ഇതും ഒരു സ്പിരിച്വൽ മെസ്സേജാണ്. ഞാൻ ഈ അടുത്ത് വില്യം ജെയിംസ് എന്നുള്ള സൈക്കോളജിൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് അത്ഭുതങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കും. പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി ഉള്ളിൽ കൊണ്ടുവന്നിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് രോഗങ്ങളെപ്പറ്റി ചിന്തിക്കാതെ എൻ്റെ ജീവിതത്തിലുള്ള സുഖങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട്, എല്ലാം നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഞാനത് നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട്, അതായത് ഹയർ ആയിട്ടുള്ള ആ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള ഒരു ഉപകരണമാണ് ഇതെന്ന് മനസ്സിലാക്കിയിട്ട് സെൽഫ്ലെസ് ആയിട്ട് പ്രവർത്തിക്കും പല രോഗങ്ങളും ഡിസപ്പിയർ ചെയ്യുന്ന കാണാം. ഇല്ലെങ്കിൽ ആ രോഗങ്ങൾ അവരെ അലട്ടില്ല. രോഗങ്ങൾ ഉണ്ടെങ്കിലും കാര്യങ്ങൾ നടന്നു പോകും, അവരെ അത് അലട്ടില്ല, അവരെ മാനസിക സ്ഥിതിയെ ബാധിക്കില്ല. അവർ പ്രായം ചെല്ലുമ്പോഴും അവരെ ആ കഴിവുകൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ അത്ഭുതം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹയർ ലെവലിലേക്ക് കണക്ഷൻ ലഭിക്കാൻ നമുക്ക് സാധിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൽ നമ്മൾ ഹയർ ലെവലിലേക്കുള്ള ഒരു പാത, സ്നേഹത്തിൻ്റെ പാത നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ കൂടി ലഭിക്കും എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂറോ സയൻസസിലും കാർഡിയോളജിയിലൊക്കെ കമ്പാഷൻ്റെ പ്രാധാന്യം വളരെയധികം പറയുന്നുണ്ട്. ഇപ്പോൾ പെറ്റ്സിനെ വളർത്തുന്നു, പൂച്ചേനെയോ നായനെയോ എല്ലാം വളർത്തുന്ന ആൾക്കാർക്ക് ഹാർട്ട് പ്രോബ്ലംസ് കുറവാണത്ര. അതുമാതിരി ന്യൂറൽ പ്രോബ്ലംസ്, പലപ്പോഴും സ്ട്രോക്ക് എല്ലാം അനുഭവിച്ചിട്ട് റിക്കവർ ചെയ്യുന്ന ആൾക്കാർക്ക് കമ്പാഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ റീവയറിംഗ് ഒക്കെ സംഭവിക്കാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ സ്നേഹം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനെ മാറ്റിമറിക്കുന്നു, കൂടുതൽ ബെറ്റർ ഒരു ഉപകരണമാക്കി മാറ്റുന്നു എന്നുള്ളത് സയൻസും ക്രമേണ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ചികിത്സാ മേഖലയ്ക്ക് തന്നെ ഈ തരത്തിലുള്ള സ്പിരിച്വലായിട്ടുള്ള അഡ്വൈസസ് വളരെ വളരെ ഉപയോഗപ്രദമാവും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മോഡറേഷൻ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വർഷം സംസാരിച്ചത്. മിതത്വം, ആ യഥാർത്ഥ മാർഗത്തിലേക്ക്, പൂർണ്ണതയുടെ സ്വഭാവമാണ് മിതത്വം. അതിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുന്തോറും നമ്മുടെ ഉള്ളിൽ വലിയൊരു ഹീലിംഗ് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. നമ്മുടെ മുഖത്തൊരു പ്രസന്നത, സ്ട്രെസ്സ് കുറയുന്ന കാണാം, രോഗങ്ങൾ കുറയുന്ന കാണാം. അങ്ങനെയുള്ള ആൾക്കാർ അധികം ലീവൊന്നും എടുക്കില്ല. മഹാത്മാഗാന്ധിജിയുടെ ജീവിതം എടുത്ത് നോക്കിയാൽ എത്ര കുറച്ചാണ് അദ്ദേഹം ഉറങ്ങിയത്. അദ്ദേഹം ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടിട്ടുള്ളത്, ഹൈ BP ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജോലി അത് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹം എപ്പോഴും ഊർജ്ജസ്വലനായിരുന്നു. ഈശ്വരൻ്റെ ഇൻസ്ട്രുമെൻ്റായിട്ട് പ്രവർത്തിക്കാനുള്ള ആ ഒരു സന്നദ്ധത, അത് നമുക്ക് എല്ലാ മഹാന്മാരിലും കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പാത നമ്മൾക്ക് ഭൗതികമായിട്ടും വളരെയധികം ബെനിഫിഷ്യലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.